പീപ്പിൾ ടിവി എക്സ്ക്ലൂസീവ് ഓൺലൈൻ പെൺവാണിഭ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായി. പ്രതി രാഹുൽ പശുപാലന്റെ ലാപ്ടോപ്പും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും കാണാനില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച തൊണ്ടിമുതലുകളിൽ നിർണായക തെളിവുകളില്ല. രശ്മി നായരുമായി ഉന്നതർ നടത്തിയ അവിഹിത ബന്ധത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാണാതായതിന് പിന്നിൽ കടുത്ത ദുരൂഹത. ഇതിന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, ഇത്തരത്തിൽ ഒരുപക്ഷെ കിസ് ഓഫ് ലവ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ പെൺവാണിഭത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന വലിയ ആരോപണം കൂടി നേരിട്ട രാഹുൽ പശുപാലന്റെ വിഷയം, ഇവിടെയാണ് നിർണായകമായ തെളിവുകൾ അപ്രത്യക്ഷമാകുന്നത്. എന്തൊക്കെ സൂചനകൾ, എന്തൊക്കെ ലഭ്യമായ വിവരങ്ങൾ? അജുംഷാ, തികച്ചും ഗൗരവതരമായൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കാരണം ഓൺലൈൻ പെൺവാണിഭ കേസിൽ ഇതിനോടകം വളരെ വിവാദങ്ങളും കോളിളക്കങ്ങളും സൃഷ്ടിച്ച രണ്ട് വ്യക്തികളാണ് രാഹുൽ പശുപാലനും രശ്മി നായരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങൾക്ക് വളരെ വ്യക്തമായ സൂചനകൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു. കേസന്വേഷണത്തിൻ്റെ ആദ്യ വഴികൾ പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കേസിലെ ഏറ്റവും നിർണായകമായ ചില തൊണ്ടി മുതലുകൾ കാണാതായിരിക്കുന്നു എന്ന വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് പ്രധാനമായും നാല് കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ പശുപാലൻ്റെ മൈക്രോമാക്സ് ഒരു സ്മാർട്ട് ഫോൺ. ഒപ്പം രാഹുൽ പശുപാലൻ വാട്സപ്പ് ഇടപാടുകൾക്കായി മദർ സെർവറായി സൂക്ഷിച്ചിരുന്ന വളരെ വില കുറഞ്ഞൊരു നോക്കിയയുടെ ഒരു മൊബൈൽ ഫോൺ. അതോടൊപ്പം സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ്. ഒപ്പം രാഹുൽ പശുപാലനും രശ്മി നായരും സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറും അതിൻ്റെ ഹാർഡ് ഡിസ്കുമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ പശുപാലൻ്റെ ഇടപാടുകൾ പലതും നടന്നിരുന്നത്, അല്ലെങ്കിൽ ചില നിർണായകമായ വിവരങ്ങളടക്കം പകർത്തി സൂക്ഷിച്ചിരുന്നത് ഒരു 2 TB സ്പേസുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണ് എന്നാണ് രാഹുൽ പശുപാലനോട് അടുത്തു നിൽക്കുന്ന ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഈ ഹാർഡ് ഡിസ്കിനുള്ളിലാണ് രശ്മി നായരും ചില ഉന്നതരുമായി നടത്തിയ വീഡിയോ കോളിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത്. ഈ വിശദാംശങ്ങൾ പലതും ചിലത് രാഹുൽ പശുപാലൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളെ കാണിച്ചതായും ചില വിവരങ്ങൾ നമുക്കുണ്ട്. രശ്മി നായരും ഉന്നതരുമായി നടത്തിയ ഈ IMO ചാറ്റിൻ്റെ വിശദാംശങ്ങൾ പലതും ഈ 2 TB സ്റ്റോറേജ് സ്പേസുള്ള ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണുള്ളത്. പലപ്പോഴും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഈ ഹാർഡ് ഡിസ്കിനുള്ളിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുകയും അതിനുശേഷം ഹാർഡ് ഡിസ്ക് ഊരി മാറ്റി സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നതാണ് രാഹുൽ പശുപാലൻ്റെ രീതി എന്ന് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ചില കേന്ദ്രങ്ങൾ നമുക്ക് ചില വിവരങ്ങൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ പശുപാലൻ രശ്മി നായർ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന ഒരു ലാപ്ടോപ്പ് ആദ്യം മുതൽ ഇതിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന തൊണ്ടി മുതലുകളുടെ പട്ടികയിൽ ലാപ്ടോപ്പ് ഇല്ല. അതോടൊപ്പം രാഹുൽ പശുപാലൻ്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തത് ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘമായിരുന്നില്ല, പകരം എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘമായിരുന്നു രാഹുൽ പശുപാലൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. വീട് റെയ്ഡ് ചെയ്യുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ഏത് റെയ്ഡ് നടക്കുമ്പോഴും അത് ദൃശ്യങ്ങൾ സഹിതം സൂക്ഷിക്കണമെന്ന് പോലീസ് മാനുവലിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ രാഹുൽ പശുപാലൻ്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ പശുപാലൻ്റെ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് പോലീസ് തന്നെ എടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. കാരണം തെളിവുകൾ നശിപ്പിക്കുന്നതിനായുള്ള ആദ്യം മുതലുള്ള ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ സംഘമായിരുന്നില്ല രാഹുൽ പശുപാലൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. അവിടെ നിന്നും പിടിച്ചെടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷം തലസ്ഥാനത്തെത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോമാക്സിൻ്റെ ഒരു മൊബൈൽ ഫോൺ, അതുകൂടാതെ വില കുറഞ്ഞൊരു മൊബൈൽ ഫോൺ, അതോടൊപ്പം രാഹുൽ പശുപാലൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ്, ഒപ്പം പേഴ്സണൽ കമ്പ്യൂട്ടറും അതിൻ്റെ ഹാർഡ് ഡിസ്കും മാത്രമാണ് എത്തിയത്. എന്നാൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ ലാപ്ടോപ്പോ പെൻഡ്രൈവോ ഇല്ലാത്തത് തികച്ചും അത് എവിടെ പോയി എന്നത് തീർച്ചയായും ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘത്തെ കുഴപ്പിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. ഇത് സംബന്ധിച്ച് രാഹുൽ പശുപാലനോടും രശ്മി നായരോടും അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ നിരന്തരമായി ചോദ്യം ചെയ്തെങ്കിലും അവർ ഈ കാര്യത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള മറുപടികളാണ് നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് തൻ്റെ ഭാര്യ വീടായ പത്തനാപുരത്തുണ്ട് എന്ന് രാഹുൽ പശുപാലൻ പോലീസിനോട് മൊഴി പറഞ്ഞെങ്കിലും പോലീസ് ഇത് അന്വേഷിച്ച് രശ്മിയുടെ വീട്ടിലെത്തിയെങ്കിലും ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണ്ടെടുക്കാനായില്ല. തീർച്ചയായും അത് ഇനി ഈ ചില നിർണായകമായ വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നതരുമായുള്ള ദൃശ്യങ്ങൾ
അത് കിടപ്പറ ദൃശ്യങ്ങളാണോ എന്നത് വ്യക്തമല്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം രശ്മി ആർ നായരും ചില ഉന്നതരുമായി വീഡിയോ കോളിങ്ങിൽ നിരന്തരമായി ഏർപ്പെട്ടിരുന്നു. അത് രശ്മി തന്നെ പകർത്തി സൂക്ഷിച്ച് രാഹുൽ പശുപാലനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അത് ആ ഫോണിൽ നിന്നും അത് ഇതിൻ്റെ മെമ്മറി 2 TB സ്പേസ് ഉള്ള ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് രാഹുൽ പശുപാലൻ മാറ്റിയിരുന്നതായും പറയപ്പെടുന്നു. അതിനുശേഷമാണ് ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ കണ്ടെടുക്കാനാവാത്തത്. ഒന്നുകിൽ ഇത് മറ്റേതോ കേന്ദ്രങ്ങൾ വളരെ ബോധപൂർവമായി മുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ പശുപാലൻ തന്നെ ഈ സാധനം വളരെ കൃത്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറെ സംശയകരമാകുന്ന ഒരു കാര്യം, രശ്മിയുടെ പല ഫോട്ടോകളും നെറ്റിൽ പ്രചരിക്കുന്നത് അത് എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അത് രാഹുൽ പശുപാലൻ തന്നെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഫോട്ടോസാണ്. അത് അവർ തന്നെ പ്രചരിപ്പിച്ച ഫോട്ടോസാണ്. എന്നാൽ രശ്മിയുടെ മേക്കപ്പ് ഇല്ലാത്ത, എഡിറ്റ് ചെയ്യാത്ത 1-2 ചിത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ഈ 2 TB സ്പേസ് ഉള്ള ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് പോയതാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. കാരണം പ്രധാനമായും രശ്മിയുടേതാവുന്ന ഫോട്ടോകൾ പലതും എഡിറ്റ് ചെയ്തതും ഇല്ലാത്ത നിറം വർദ്ധിപ്പിക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. എന്നാൽ പുറത്തു പോയി വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചത് രശ്മിയുടെ വളരെ മെലിഞ്ഞൊരു രൂപമുള്ളൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ ഈ 2 TB സ്പേസ് ഉള്ള ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും പോയതാണ് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെയോ കൈകളിൽ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എത്തിയിട്ടുണ്ട്. അത് ഉന്നതരുമായുള്ളൊരു ഡീലിങ്ങിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്തായാലും കേസ് അതായത് ജീവൻ ഈ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ചില കോണുകൾ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് പോലീസ് അതിര് കിടന്ന ഒരു ഉത്സുകത സാധാരണഗതിയിലുള്ള പെൺവാണിഭം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കണ്ടു. ശ്രീജിത്ത് IPS തന്നെ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പരസ്യമായി വിശദീകരിക്കുന്നതിലേക്കൊക്കെ നയിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള നയിക്കപ്പെട്ട പോലീസ് എന്തുകൊണ്ട് ഈ ഇത്രയേറെ ഇടപാടുകൾ നടത്തിയവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ ആ നടത്തിയവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ച വാർത്ത പ്രകാരം ഇത്തരത്തിൽ തെളിവുകൾ കൂടി അപ്രത്യക്ഷമാകുന്നുവെങ്കിൽ ഉന്നതതല ഇടപെടൽ എന്നത് തന്നെയാണോ സംശയിക്കേണ്ടത്? അജിംഷാദ്, ഇപ്പോൾ വ്യക്തിപരമായ ഒരു ലേഖകൻ എന്ന തരത്തിൽ ഞാൻ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അജിംഷാദ് ഉന്നയിച്ച സംശയം തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന തരത്തിൽ എനിക്കുണ്ട്. കാരണം നമ്മൾ അങ്ങനെ തന്നെ സംശയിക്കേണ്ടതായി വരും. കാരണം പ്രധാനമായും രശ്മിയുമായി ഇടപാട് നടത്തിയിരുന്നത് ചില ഇവരുമായി അടുത്ത കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന വിവരം ചില സിനിമാ നിർമ്മാതാക്കളും അതോടൊപ്പം രാഷ്ട്രീയത്തിലെ ചില യുവ നേതാക്കന്മാരും രശ്മിയുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് തീർച്ചയായും അവരുമായി നടത്തിയിരിക്കുന്ന ദൃശ്യങ്ങളെന്ന് സൂചിപ്പിക്കുന്ന ചില വീഡിയോ കോളിംഗ് ദൃശ്യങ്ങളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ ജയിലിന് പുറത്തെത്തുന്ന രശ്മി വിലപേശാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഒന്നുകിൽ അത് റെയ്ഡിനിടയിൽ തന്നെ അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ രാഹുൽ പശുപാലൻ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയോ ചെയ്യുന്നു എന്നാണ് അനുമാനം. ഇവിടെയാണ് പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നത്. കാരണം സോളാർ കേസിൽ ആരോപണ വിധേയനായ ബിജു രാധാകൃഷ്ണൻ തൻ്റെ കയ്യിൽ CD ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ നാളുകളായി വട്ടം ചുറ്റിക്കുന്നത് പോലെ ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഒന്നുകിൽ ഇതിൻ്റെ ദുരൂഹത മറനീക്കി പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ആർക്കും വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. കാരണം കോടതിയിലും ഫോറൻസിക് ലാബിലും ഇതിനോടകം അയച്ചിരിക്കുന്ന തൊണ്ടിമുതലുകളുടെ പട്ടികയിൽ ഇവ ഇല്ല എന്നതാണ് ഇതിലേറ്റവും ഗൗരവതരമായ കാര്യം. 2, ഓപ്പറേഷനിൽ വളരെ കൃത്യമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നത് വളരെ അസാധാരണമാം വിധം കമ്പ്യൂട്ടർ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് രാഹുൽ പശുപാലൻ. കാരണം ഒരു ഫോണിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഫോറൻസിക് പരിശോധനയിൽ പല കാര്യങ്ങളും ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കിട്ടിയിരിക്കുന്ന സ്റ്റോറേജ് സ്പേസിനുള്ളിൽ മെമ്മറികൾ പലതും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. മെമ്മറികൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഗൂഗിളിൽ നിന്നും ലഭിക്കുന്ന ഫേക്ക് ഫോട്ടോസ് കുത്തി നിറച്ച് അത് ഒരിക്കൽ കൂടി ഡിലീറ്റ് ചെയ്യുകയും വീണ്ടും ആ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പലതും ഒരിക്കൽ കൂടി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫോറൻസിക് പരിശോധനയിൽ
തീർച്ചയായും നേരത്തെ കണ്ടെടുക്കാനാകാത്ത വിധം ഫേക്ക് ഫോട്ടോസ് ആയിരിക്കും ഉയർന്നു വരിക എന്ന തലച്ചോർ ഈ കാര്യത്തിൽ രാഹുൽ പശുപാലൻ അപ്ലൈ ചെയ്തതായി ഫോറൻസിക് പരിശോധനയുടെ ഫലം ലഭ്യമല്ല എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്കതാണ് ലഭിക്കുന്നത്. ജീവൻ, അതായത് ഇത്തരത്തിൽ തൊണ്ടി മുതൽ അപ്രത്യക്ഷമാകുന്നു. ഇതുവഴി പുറത്തേക്കെത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തേക്ക് ഉൾപ്പെട്ടതായ ഉന്നതരോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുടെയോ ഒക്കെ തെളിവുകൾ അത് നഷ്ടമാകുന്നു എന്നത്. രണ്ട്, രാഹുൽ പശുപാലനും രശ്മി ആർ നായരും നിരപരാധിയാണോ അപരാധികളാണോ എന്ന് തെളിയിക്കപ്പെടാനുള്ള ഒരു നിയമ നടപടിയുടെ പ്രോസസ്സ് ഇനി കിടക്കുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ഇത് പ്രതികൂലമായി ബാധിക്കും നിയമ സംവിധാനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും. ഇവിടെയാണ് നമുക്ക് ചില നിയമപ്രശ്നങ്ങൾ കൂടി പറയേണ്ടതായി വരുന്നത്. കാരണം ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘത്തിന്റെ കയ്യിൽ നിലവിൽ രാഹുൽ പശുപാലനും രശ്മി ആർ നായർക്കുമെതിരെ ചില കോൾ റെക്കോർഡിങ്സ് അവരുടെ കയ്യിലുണ്ട് എന്നത് സത്യമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പെൺവാണിഭ സംഘത്തെ നിരീക്ഷിക്കുന്നതിനായി വളരെ കൃത്യമായ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘം ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ചില വ്യക്തികളുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നതിന് ചില മാർഗരേഖകൾ ഇതിനോടകം നിലവിലുണ്ട്. അതിന് ആഭ്യന്തര സെക്രട്ടറിയുടെ പെർമിഷൻ വേണം. എന്നാൽ അതിന് തുനിയാത്ത വിധമുള്ള ചില അസാധാരണമായ നടപടിക്രമങ്ങൾ ഇത്തരം കേസുകളിൽ വേണ്ടതായി വരും. അത് നമ്മളും അംഗീകരിക്കുന്നു. പക്ഷേ എന്നാൽ ആ തെളിവുകൾ കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘത്തെ വലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും. കാരണം നിർണായകമായ ഇത്തരം തെളിവുകൾ കണ്ടെടുക്കുകയും ഉന്നതരുമായുള്ള ദൃശ്യങ്ങളടക്കം കണ്ടെടുത്തെങ്കിൽ മാത്രമേ ഈ തെളിവുകൾക്ക് കുറെ കൂടെ സാധുത കൈവരുത്തുള്ളൂ. കാരണം ഇവർ വിലപേശൽ തന്ത്രം രൂപീകരിച്ചിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വണ്ണം ചില തെളിവുകൾ ഈ കാര്യത്തിൽ ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റ് യുവതികളെ ഈ ഇടപാടിനായി പ്രേരിപ്പിച്ചു എന്നതിൻ്റെ അടക്കമുള്ള ഡിജിറ്റൽ എവിഡൻസ് ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘത്തിൻ്റെ കയ്യിലുണ്ട്. പഴുതടച്ച അന്വേഷണ സംവിധാനം തന്നെയാണ് ഈ കാര്യത്തിൽ ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘം നടത്തുന്നത് എങ്കിൽ പോലും ഉന്നതരുമായുള്ള ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായില്ല എങ്കിൽ അത് ഭാവിയിൽ ഒരുപക്ഷെ കേസിൻ്റെ മുൻപോട്ടുള്ള പോക്കിനെ ഗുരുതരമായി ബാധിച്ചേക്കാമെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാണാതായത്? അത് രാഹുൽ പശുപാലൻ തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ അല്ല ഇനി മറ്റാരുടെയെങ്കിലും കൈകളിൽ അത് എത്തപ്പെട്ടോ എന്നതിനെ സംബന്ധിച്ചൊരു അന്വേഷണം വേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുമെന്നാണ് ഈ വാർത്ത വരുന്നതോടുകൂടി നമ്മളും കരുതുന്നത്. അജിംഷാദ്. ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഓൺലൈൻ പെൺവാണിഭ കേസിലെ നിർണായക തെളിവുകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. പ്രതി രാഹുൽ പശുപാലൻ്റെ ലാപ്ടോപ്പും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും അടക്കം കാണാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച തൊണ്ടി മുതലുകളിൽ ആണ് നിർണായകമായ തെളിവുകൾ ഇല്ലാതായത്. രശ്മി ആർ നായരുമായി ഉന്നതർ നടത്തിയ അവിഹിത ബന്ധത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കൂടിയാണ് ഇങ്ങനെ കാണാതായത്. ഇതിലൊക്കെ ദുരൂഹതയാണ്, കടുത്ത ദുരൂഹതയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരും നിരീക്ഷിക്കുന്നത്. ഓൺലൈൻ പെൺവാണിഭത്തിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമാകുന്നു. ഒരുപക്ഷേ കേസുമായി ബന്ധപ്പെട്ട മുമ്പോട്ടുള്ള നടപടിക്രമങ്ങളെ ഒക്കെ പ്രതികൂലമായി ബാധിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഈ തൊണ്ടി മുതലിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് വഴി ഇല്ലാതാകുന്നു എന്ന പ്രാധാന്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നൽകിയത്.